ദക്ഷിണ ലെബനനിലെ അൽ ബയാദ പട്ടണത്തിൽ ഇസ്രായേൽ സൈന്യം വ്യാപകമായി വീടുകൾ തകർക്കുന്നതായി റിപ്പോർട്ട്. ലെബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ NNA ആണ് ഈ വിവരം പുറത്തുവിട്ടത്. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ സ്ഫോടനങ്ങളുടെ ശബ്ദം കിലോമീറ്ററുകൾ അകലെയുള്ള നഗരത്തിൽ വരെ മുഴങ്ങിക്കേട്ടു. ജനവാസ മേഖലകളിലെ കെട്ടിടങ്ങൾ ഇസ്രായേൽ സൈന്യം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മേഖലയിൽ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇസ്രായേലും ലെബനോനും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ വെച്ച് നടക്കും. നിലവിലെ ദുർബലമായ വെടിനിർത്തൽ കരാർ ശക്തമാക്കാനും ശാശ്വതമായ സമാധാനം ഉറപ്പാക്കാനുമാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ ചർച്ചകൾ ലക്ഷ്യമിടുന്നത്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ലെബനോനിൽ ഇതുവരെ 2454 പേർ കൊല്ലപ്പെടുകയും 7600-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനീസ് ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ഏപ്രിൽ 17 നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും തെക്കൻ ലബനോനിൽ 39 ഗ്രാമങ്ങളിൽ ഇസ്രായേൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിയതായി ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 10 ദിവസത്തേക്കാണ് ഈ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നത്. പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് അമേരിക്കയുമായുള്ള ചർച്ചയ്ക്ക് ലബനോനിൽ വെടിനിർത്തൽ അനിവാര്യമാണെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിന്നതാണ് നിർണായകമായത്. കൂടുതൽ സുസ്ഥിരമായ ഒരു സമാധാന കരാറിലെത്തുന്നതിനായി ചർച്ചകൾക്ക് അവസരം ഒരുക്കുക എന്നതായിരുന്നു വെടിനിർത്തലിന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ലബനോൻ പ്രസിഡന്റ് ജോസഫ് ഔനും ഈ തീരുമാനത്തിലെത്തുകയായിരുന്നു. അതേസമയം തെക്കൻ ലബനോനിലെ ക്രിസ്ത്യൻ ഗ്രാമത്തിൽ യേശുവിന്റെ പ്രതിമ തകർത്തത് ഇസ്രായേൽ സൈനികൻ തന്നെയെന്ന് സ്ഥിരീകരിച്ച് IDF. ഒരു സൈനികൻ തകർക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന 6 സൈനികർ നോക്കി നിൽക്കുകയും മറ്റൊരാൾ വീഡിയോ പകർത്തുകയും ചെയ്തതായാണ് IDF പറയുന്നത്. സംഭവത്തിൽ പ്രതിഷേധം കനത്തതോടെ മുഖം രക്ഷിക്കാൻ പ്രതിമ തകർത്തയാളെയും വീഡിയോ പിടിച്ച ആളെയും 30 ദിവസം സൈനിക ജയിലിൽ അടയ്ക്കാൻ തീരുമാനിച്ചു. ദബൽ എന്ന ക്രിസ്ത്യൻ ഗ്രാമത്തിലാണ് പ്രതിമ തകർത്തത്. മറ്റ് 6 സൈനികർ കൂടി അവിടെ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അവർ ഇത് തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ തയ്യാറായില്ലെന്നും കണ്ടെത്തി. ഇവരുടെ ചെയ്തി ഇസ്രായേൽ സൈന്യത്തിന്റെ മൂല്യങ്ങൾക്കും ഉത്തരവുകൾക്കും വിരുദ്ധമാണെന്ന് IDF അഭിപ്രായപ്പെട്ടു. സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റ് സൈനികരെ വിശദീകരണത്തിനായി വിളിപ്പിച്ചിട്ടുണ്ടെന്നും അവർക്കെതിരെ പിന്നീട് നടപടി ഉണ്ടാകുമെന്നും 162-ാം ഡിവിഷൻ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ സാഗിവ് ദഹൻ അറിയിച്ചു. മതസ്ഥാപനങ്ങളോടും ചിഹ്നങ്ങളോടും പുലർത്തേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ സൈനികർക്ക് കർശനമായി നൽകിയിട്ടുള്ളതാണെന്നും ഈ സംഭവത്തിന് പിന്നാലെ ഇത് വീണ്ടും ഊന്നിപ്പറയുമെന്നും IDF വ്യക്തമാക്കി. ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സാമീർ സംഭവത്തെ ശക്തമായി അപലപിച്ചു. ഇതൊരു വലിയ ധാർമ്മിക പരാജയമാണെന്നും സേനയുടെ മൂല്യങ്ങൾക്ക് നിരക്കാത്ത പെരുമാറ്റമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് പ്രതിമ തകർക്കുന്ന വീഡിയോ പുറത്തു വന്നത്. ഇസ്രായേൽ സൈനികർ സ്വത്തുവകകൾ നശിപ്പിക്കുന്നതിന്റെയും കൊള്ളയടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് ഈ വീഡിയോയും പ്രചരിപ്പിച്ചത്. ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ മാർച്ച് 2 ലെബനോനിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. ഏപ്രിൽ 19 യേശുവിന്റെ പ്രതിമ തകർക്കുന്ന വീഡിയോ പുറത്തു വന്നത്. നിലത്ത് വീഴ്ത്തിയ പ്രതിമയുടെ തല ചുറ്റിക കൊണ്ട് അടിച്ചു തകർക്കുന്ന ഫോട്ടോ ആണ് പ്രചരിക്കുന്നത്. അതേസമയം ഇസ്രായേലുമായുള്ള വ്യാപാര കരാർ റദ്ദാക്കാത്ത യൂറോപ്യൻ യൂണിയൻ നടപടിക്കെതിരെ മനുഷ്യാവകാശ പ്രവർത്തകർ രംഗത്ത്. ഇസ്രായേലിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ അറിഞ്ഞുകൊണ്ട് ഒത്താശ ചെയ്യുകയാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ കുറ്റപ്പെടുത്തി. കരാർ റദ്ദാക്കണമെന്ന സ്പെയിൻ, സ്ലോവേനിയ, അയർലൻഡ് എന്നീ രാജ്യങ്ങളുടെ നിർദ്ദേശം ജർമ്മനിയും ഇറ്റലിയും ചേർന്ന് തടഞ്ഞതോടെയാണ് യൂറോപ്യൻ യൂണിയൻ പ്രതിസന്ധിയിലായത്. ഇതോടെ ഇസ്രായേലുമായുള്ള ദശാബ്ദങ്ങൾ പഴക്കമുള്ള വ്യാപാര സഹകരണ കരാർ തുടരണോ അതോ റദ്ദാക്കണോ എന്ന വിഷയത്തിൽ യൂറോപ്യൻ യൂണിയനുള്ളിൽ ചേരിതിരിവ് ശക്തമാവുകയാണ്. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സ്പെയിനും അയർലൻഡും സ്ലോവേനിയയും കരാർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇസ്രായേലിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ മുൻനിർത്തി ജർമ്മനിയും ഇറ്റലിയും ഈ നീക്കത്തെ ശക്തമായി തടയുകയാണ്. 2000 ഒപ്പുവെച്ച അസോസിയേഷൻ കരാറാണ് ഇസ്രായേലും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ ബന്ധത്തിന്റെ നട്ടൽ. ഇതുവഴി വലിയ തോതിലുള്ള വ്യാപാര ഇളവുകളും നികുതി ഇളവുകളുമാണ് ഇസ്രായേലിന് ലഭിക്കുന്നത്. എന്നാൽ ഈ കരാറിലെ ആർട്ടിക്കിൾ 2 പ്രകാരം ഇരുപക്ഷവും മനുഷ്യാവകാശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ഗാസ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടികൾ ഈ നിബന്ധനയുടെ നഗ്നമായ ലംഘനമാണെന്നാണ് സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വാദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.